ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് മണവാട്ടിയായ സഭയെക്കുറിച്ചായിരുന്നു ഒരളവിൽ. മാത്രമല്ല ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ കൂട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നതായ സകല പണികളും ശോധന ചെയ്യപ്പെടുമെന്നും യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ പണിതിരിക്കുന്നതായ ഒരു പണിയും ശോധന ചെയ്യപ്പെടുകയില്ല എന്നും നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവസഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പഠിപ്പിക്കുന്നതായി കാണാം. ദൈവസഭയെ പല ഉപമാനങ്ങളാൽ ഉപമിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഒന്ന്, അതിനെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പഠിപ്പിക്കുക. നമ്മൾ നേരത്തെ 1-2 കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. ഒരു മണവാട്ടിയോട് ഉപമിച്ച് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നതായി കണ്ടു. അങ്ങനെയാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന ആശയം നമ്മൾ ഏറ്റവും അധികം എടുക്കാറുള്ളത്. അതുപോലെ നമ്മൾ വിശദീകരിച്ച ഒന്നാണ് ഒരു യുദ്ധവീരനായി സഭയെ കണ്ടുകൊണ്ട് ഒരു യുദ്ധവീരൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഉപമിക്കുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഒരുപാട് ഉപമാനങ്ങൾ കൊണ്ടുവരുന്നത്? ഒരുപാട് ഉപമാനങ്ങൾ കൊണ്ടുവരുവാൻ കാരണം ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒന്നാണ് ദൈവസഭ. അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും. നാം തള്ളപ്പെട്ടു പോകുന്നുവെങ്കിൽ മടങ്ങി വരവിനൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി ദൈവസഭയുടെ ഭാഗമാകേണ്ടതിന്, ദൈവസഭയുമായി ഒരുമിച്ച് വളരേണ്ടതിന് നമ്മെ സമർപ്പിക്കേണ്ടതിനാണിത് പറയുന്നത്. നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ മെയിൻ എയിം നമ്മളാണ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സത്യസഭയോടാണ് സാത്താൻ്റെ സകല എതിർപ്പുകളും. ആകയാൽ ആ എതിർപ്പുകളെ നേരിട്ട് ദൈവസഭ എന്ന മാനദണ്ഡത്തിൽ തുടരേണ്ടതിന് ദൈവമുമ്പിൽ നിൽക്കുവാൻ ഏൽപ്പിക്കപ്പെടണം. സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ദേവാലയവുമായി സഭയെ ചിത്രീകരിക്കുന്നതാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ആലയമാണ് എന്ന ആശയം. ഈ ആശയത്തെ, ദേവാലയം എന്ന ആശയത്തെ തന്നെ 2ആയി തരംതിരിക്കുന്നത് കാണാം. ഒന്ന്, വ്യക്തിപരമായി ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയമാകയാൽ ഞാൻ ചില കാര്യങ്ങളിൽ പ്രിക്കോഷൻ എടുക്കണം. എന്നെ തന്നെ ദൈവിക മാന്യതയിലും വിശുദ്ധിയിലും സൂക്ഷിക്കണം. 2, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നതിനാൽ വേറൊന്നും എന്നിൽ വസിക്കുവാൻ അവസരം കൊടുക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കണം. വായിക്കാം. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഞാൻ ആശയങ്ങളുടെ അകത്തോട്ട് പോകണമെന്നുണ്ട്. 1-2 വാക്യങ്ങളോടെ വായിച്ചിട്ടാട്ടെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചാൽ, ഇത് ഒന്ന് വായിച്ചു, തുടർന്ന് അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 6:19 വായിച്ചാട്ടെ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തരേണ്ടതിനു വേണ്ടി, നമ്മിൽ വയ്ക്കേണ്ടതിനു വേണ്ടി അന്യമായ ഒന്നിൻ്റെ മേൽ ഒന്നും ചെയ്യാതെ നമ്മെ വിലയ്ക്ക് വാങ്ങി തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. എൻ്റെ കയ്യിൽ വിലപ്പിടിപ്പുള്ള ഏതെങ്കിലും ഒരു നിധി ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ വിലപ്പിടിപ്പുള്ള യോഗ്യമായ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ, അത് ഇട്ടുവെക്കുന്ന കവർ മറ്റൊരുത്തൻ്റേതായി കൂടാ, അത് എൻ്റേതാകണം എന്നെനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ ഒരു പാത്രം വാങ്ങി അല്ലെങ്കിൽ ഒരു കവർ വാങ്ങി അതിനകത്ത് എനിക്ക് വയ്ക്കേണ്ട വസ്തു വയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നിങ്ങളെ മാറ്റേണ്ടതിന് വേണ്ടി നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. പൊന്ന്, വെള്ളി മുതലായ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, മാറ്റമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മിൽ പരിശുദ്ധാത്മാവിനെ പകർന്നതിനാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന ആശയം മറക്കരുത്. ഒരടിമയോട് ഉപമിച്ച് പഴയ നിയമത്തിൽ നിന്ന് ഗ്രഹവിചാരകത്വം എന്ന വിഷയം നമ്മൾ നന്നായി പഠിച്ചു. ഗ്രഹവിചാരകന്മാർ എന്ന ആശയം പറഞ്ഞപ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങിയവരാണ് എന്നൊരാശയം പറഞ്ഞു. ആരാണ് ഒരു യഥാർത്ഥ ഗ്രഹവിചാരകൻ? ഒരു യജമാനൻ അടിമയായി കൊണ്ടുവന്ന ഒരു വ്യക്തിയെ,
വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തിയെ കാലത്തിൻ്റെ പോക്കിൽ ശോധന ചെയ്തതിൽ നിന്ന് ആ വ്യക്തി കൊള്ളാവുന്നവനാണ് എന്ന് യജമാനന് ബോധ്യപ്പെട്ടു. ബാച്ചിലറായി ഒരു പക്ഷേ വന്ന ആ വ്യക്തിക്ക് യജമാനൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യയെ കൊടുത്തു. അവർ കുടുംബമായി താമസിച്ചു. അവർക്ക് മക്കളെ ദൈവം കൊടുത്തു. അങ്ങനെ അടിമയായി വന്ന ഒരു പെൺകുഞ്ഞും അടിമയായി വന്ന ഒരു പുരുഷനുമായി യജമാനൻ്റെ സാന്നിധ്യത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരടിമ കുടുംബം ഈ ഭവനത്തിൽ പാർക്കുകയും ചെയ്യുമ്പോൾ യജമാനന് ബോധ്യപ്പെട്ടു, ഇവൻ സാക്ഷാൽ വിശ്വസ്തനാണ്, ഈ കുടുംബത്തെ എനിക്ക് അംഗീകരിക്കുവാൻ കഴിയും. ഇതേ സമയം തന്നെ ആ അടിമ കുടുംബവും തിരിച്ചാലോചിച്ചു, ഈ യജമാനൻ ഞങ്ങളെ സത്യമായി സ്നേഹിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വെളിയിൽ പോയാൽ ഒരു കാലത്ത് ഞങ്ങൾക്ക് ഇതുപോലൊരു യജമാനനെ ലഭിക്കയില്ല, അതുകൊണ്ട് ഈ യജമാനൻ്റെ കൂടെ തുടരണം. പക്ഷേ അടിമകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 7ാമത്തെ വർഷം, എല്ലാ അടിമകളും സ്വതന്ത്രമാകേണ്ട വർഷമാണത്. സെമിത്ത എന്ന വർഷം 7ാമത്തെ വർഷം. 7ാമത്തെ വർഷമായി ഈ അടിമ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുകയാ. ഈ സമയത്ത് ഈ അടിമ വന്ന് യജമാനനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങയോട് ആത്മാർത്ഥത പുലർത്തുന്നുവെന്ന് അങ്ങയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങയുടെ സ്ഥിരം അടിമയായി എന്നെ ഇവിടെ വെച്ചേക്കണമേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. യജമാനനും അടിമയ്ക്കും ഒരുപോലെ ഇത് ബോധ്യപ്പെടുന്നുവെങ്കിൽ യജമാനൻ ഈ അടിമയെ വിളിച്ച് തൻ്റെ വീടിൻ്റെ കട്ടിളക്കാലിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അതിൻ്റെ മെയിൻ ഡോറിൻ്റെ കട്ടിളക്കാലിൻ്റെ അടുക്കൽ നിർത്തി അവൻ്റെ ചെവി പിടിച്ച് ആ കട്ടിളക്കാലിലോട്ട് വെച്ച് ആ ചെവിയിൽ ഒരു കിഴുത്ത് കിഴിക്കും. അടിമ എന്ന ആശയമാണ് ചെവിയുടെ കിഴുത്ത. അവൻ്റെ ചെവിയിൽ ഒരു സൂചി കൊണ്ട് ഒരു കിഴുത്ത് കിഴിക്കും. അവൻ അന്ന് മുതൽ ഈ യജമാനന് സ്ഥിരം അടിമയായിരിക്കും. ഇനി ഏത് 7 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ഇവൻ പോകത്തില്ല, ഇവൻ യജമാനൻ്റെ വീട്ടിലെ സ്ഥിരം അടിമയാണ്. എലിയാസർ ഇതുപോലെ അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു സ്ഥിരം അടിമയായിരുന്നു. ഓക്കെ, ഈ സ്ഥിരം അടിമകളിൽ നിന്ന് യജമാനന് ഏറ്റവും സ്നേഹിക്കുന്നതും ഏറ്റവും കാര്യപ്രാപ്തിയുണ്ട് എന്ന് യജമാനന് തോന്നുന്നവനുമായ ഒരുവനെയാണ് സാധാരണഗതിയിൽ ഗ്രഹവിചാരകനായി തിരഞ്ഞെടുക്കുന്നത്. നാം ഗ്രഹവിചാരകന്മാരാ എങ്കിൽ ഒരിക്കൽ നാം അടിമത്വത്തിലായിരുന്നു, അവിടെ നിന്ന് കർത്താവ് നമ്മെ കൊണ്ടുവന്ന് തൻ്റെ സ്വന്തമായി അവകാശം കൂടെ തന്ന് നമ്മെ നിർത്തിയിരിക്കുക. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അതേസമയത്ത് അടിമത്വത്തിൻ്റെ നുകം ഞങ്ങളുടെ മേലില്ല. ദൈവിക സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നു. ദൈവത്തിൻ്റെ ഈ പ്രത്യേകതയ്ക്കായി സ്തോത്രം. ഒരു കണക്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ്, താൻ വ്യക്തിപരമായ ആളത്വമായി ഇവിടോട്ടൊന്ന് ഇറങ്ങി വന്നാൽ ഈ ഭൂമി മുഴുവനും പുകഞ്ഞ് കരിയും. അതാണ് നമ്മുടെ ദൈവം. ഞാൻ ഈ പദം അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളാലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഉളവായി വരട്ടെ എന്ന ആ ബിഗ് ബാങ്ങിനാൽ, ഞാൻ ശാസ്ത്രവും ബൈബിളും കൂടെ ഒരുമിച്ച് ചേർക്കുകയാണ്, ഉളവായി വരട്ടെ എന്ന ആ ബിഗ് ബാങ്ങിനാൽ ഉളവായതാണ് ഈ സകല പ്രപഞ്ചവും. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകളുടെ ഉള്ളിൽ അടങ്ങിയിരുന്ന എനർജി ഈ പ്രപഞ്ചത്തിലേക്ക് വ്യാപരിക്കുകയുണ്ടായി. ഇന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളുകൾ പറയാറുള്ളത്, 1 cc പച്ചവെള്ളം സമുദ്രത്തിൽ കിടക്കുന്ന കോടി ലിറ്ററിലൊന്നും അതിനെ അളക്കാൻ ഒക്കത്തില്ല. എന്നെ അളവ് കൊണ്ട് അളക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മഹാസമുദ്രങ്ങളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ആരെങ്കിലുമൊക്കെ ആലോചിച്ചോ? നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിലിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൊച്ചു ബോട്ടിലിനകത്തുനിന്ന് 1 cc, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ പച്ചവെള്ളം എടുത്ത് അതിനെ ആറ്റമിക് എനർജിയായി കൺവേർട്ട് ചെയ്താൽ അതിനകത്തടങ്ങിയിരിക്കുന്ന എനർജി കൊണ്ട് ഒരു പ്ലെയിൻ ഭൂഗോളത്തെ ചുറ്റി വരുവാൻ ആവശ്യമുള്ള എനർജി ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്ക് പ്രപഞ്ചമായി രൂപീകരിക്കപ്പെട്ടു. അതാണ് ബിഗ് ബാങ് തിയറി ശാസ്ത്രത്തിൻ്റെ. അതാണ് ബൈബിൾ പറയുന്നത്, തൻ്റെ വാക്കിനാൽ സകലതും സൃഷ്ടിച്ചു. ആ വാക്കിനകത്ത് ഉൾക്കൊള്ളുന്ന ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇനി ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് ശക്തി ഇതിനകത്തുണ്ടെന്ന് കാണേണ്ടതിന് 1 cc, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ചെറിയ ഇഞ്ചക്ഷൻ തരാൻ ഉപയോഗിക്കുന്ന കൊച്ചു സിറിഞ്ചിനകത്ത് ഒരു ഇച്ചിരി മരുന്നെടുത്ത് കുത്തുമ്പോൾ 2 cc, 5 cc ഒക്കെ കുത്തുന്നത് കാണാം. അതിനകത്തെ 1 cc പച്ചവെള്ളം എടുത്ത് ആറ്റമിക് എനർജിയായി
അതിനെ മാറ്റിയാൽ, അല്ലെങ്കിൽ തിരിച്ചതിൻ്റെ ഒറിജിനൽ എനർജി ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ, ആ എനർജി മാറി വസ്തുവായിട്ടാണ് വെള്ളം നമ്മൾ കാണുന്നത്. ആ വെള്ളത്തെ തിരിച്ചു എനർജിയാക്കി മാറ്റിയാൽ ലഭിക്കുന്ന എനർജി കൊണ്ട്, 1 cc പച്ചവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന എനർജി കൊണ്ട് ഒരു വിമാനം ഭൂഗോളത്തെ ഒന്ന് ചുറ്റുവാൻ ആവശ്യമുള്ള എനർജി അതിനകത്തുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. എങ്കിൽ ഈ ഒരു ഭൂമി ഉണ്ടാക്കേണ്ടതിന് വേണ്ടി എന്തും വേണ്ടും എനർജി കാണും. ഒരു പ്രപഞ്ചം സൃഷ്ടിക്കേണ്ടതിന് എന്തും വേണ്ടും എനർജി ഉണ്ട്. അതാണ് തിരുമേനിയുടെ വായിൽ നിന്ന് വന്നത്. ആ ദൈവം തൻ്റെ പ്രഭാവത്തോടുകൂടെ, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്ന് കണ്ടാൽ കൊള്ളാം, ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ ഇറങ്ങി വരട്ടെ എന്നൊക്കെ. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞ ഒരു മറുപടി ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യക്കാർ ബാഹ്യാകാശത്തിൽ പോയ ശേഷം ആരോ ഒരാൾ ഒരു പ്രസ്താവന ഇറക്കിയെന്ന് കേട്ടു. ഞങ്ങൾ ബാഹ്യാകാശത്തിൽ മുഴുവനും പോയി തപ്പി, അവിടെയെങ്ങും ദൈവമെന്ന് പറയുന്നത് ഒന്നുമില്ല, ഇതെല്ലാം ചുമ്മാതാ, ഞങ്ങൾ പോയി കണ്ടേച്ചു വന്നതാണെന്ന്. അന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാം അതിനൊരു മറുപടി പറഞ്ഞു. ഞങ്ങളുടെ അവിടെ ഒരു മണ്ണര, ഒരു കരിയിലയുടെ അടിയിൽ 1/2 ഇഞ്ച് മേളിലോട്ട് തലപൊക്കി, അത്ര ഇതിന് പൊങ്ങത്തുള്ളൂ, അത് കഴിഞ്ഞ് താഴോട്ട് അങ്ങ് താണേച്ച് പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ പോയി കണ്ടു, റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും അവിടെ ഇല്ല. ഈ മണ്ണര പറയുന്നത് സത്യമല്ലേ, അത് കണ്ട കാര്യമല്ലേ പറയുന്നത്, പക്ഷെ അതിനകത്ത് വല്ല ഫാക്റ്റും ഉണ്ടോ? അതൊന്നും കാണാതെ പോയി. കാണാതിരിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും സർവ്വവല്ലഭനായ തമ്പുരാൻ തൻ്റെ വ്യക്തിത്വത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഈ ഭൂമി ബാക്കി കാണത്തില്ല, ഒരു പുകയായി മാറും. ആ ദൈവമാണ് എന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ശാപത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി മനുഷ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മക്കൾ ജഡരക്തങ്ങളോടുകൂടെ ഉള്ളവരാകയാൽ അവനും ജഡരക്തങ്ങളോടുകൂടെ ഈ മണ്ണിലേക്ക് ഇറങ്ങി നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വന്തം രക്തത്താൽ. ദൈവപുത്രനായ കർത്താവായ യേശു ലോകത്തിന്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തതോടെ തുടർന്ന് തൻ്റെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയാതെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പാപികൾ വിളിക്കുന്നത് പോലെ ക്രൂശിൽ വെച്ച് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് അലറിക്കൊണ്ട് തൻ്റെ രക്തം ഇവിടെ കൂറ്റിയത് എന്നെ വീണ്ടെടുക്കാനായിരുന്നു, എന്നെ വിലയ്ക്ക് വാങ്ങിയത്. വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ അത്രയാകുന്നു നാം വീണ്ടെടുക്കപ്പെട്ടവർ. എന്നെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാണ്? തനിക്ക് ജനമായി മാറുവാൻ. അങ്ങനെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയവരാണ്, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരും താന്താങ്ങൾക്കുള്ളവരല്ല. അല്ല, അത് വേദപുസ്തക ഭാഷയെ പറയുമ്പോൾ ചിലർക്കങ്ങ് മനപ്രയാസം തോന്നി. ഞാനൊന്ന് പറഞ്ഞേക്കാം, എൻ്റെ പൊന്നെ, വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ ഒക്കാതെ പോയാൽ പിടികിട്ടുമോ ഈ ശ്വാസം എൻ്റേതായിരുന്നില്ലെന്ന്? നടന്നു പോകുന്ന വഴിക്ക് കാലൊന്ന് തെറ്റി താഴെ പോയി തലയൊന്ന് തട്ടിയാൽ ജീവൻ കാണത്തില്ല. ഒന്ന് പറയാമോ, നടക്കുന്നവന് തൻ്റെ കാലടികൾ സ്വന്തമല്ല എന്ന്. എനിക്കൊന്നും സ്വന്തമായില്ല, പകരം എന്നെ വീണ്ടെടുത്തവൻ എന്തിനു വേണ്ടി വീണ്ടെടുത്തു? എന്നെ ദൈവമകനാകാൻ വീണ്ടെടുത്തു. അതിനകത്ത് എനിക്കൊരു അവകാശം തന്നു, ദൈവിക ഗ്രഹവിചാരകത്വം തന്നു. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്. എന്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി? ആത്മാവിനെ നിങ്ങളിൽ പകർന്നു വയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെങ്കിൽ അയോഗ്യമായതൊന്നും എന്നിൽ കാണുവാൻ പാടില്ല. വിശുദ്ധ പൗലോസ് പറയുകയാണ്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുമ്പോൾ ആത്മാവിന്റെ സ്റ്റാറ്റസിന് നിരക്കാത്ത, ഈ ആശയം ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം, ആത്മാവിന്റെ സ്റ്റാറ്റസിന് നിരക്കാത്ത മദ്യപാനം ദൈവരാജ്യം അവകാശമാക്കുന്നതിൽ നിന്ന് ഒരുവനെ പുറം തള്ളുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ദൈവമക്കൾക്ക് വ്യത്യസ്ത പ്രമാണങ്ങളുണ്ട്. അതിൽ പലതും കാണാതെ നമുക്കറിയാം. ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. ശരീരങ്ങളെ മലിനമാക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകയാൽ ശരീരം മലിനമാകാതെ സൂക്ഷിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകയാൽ സമയം ദൈവത്തിന് കൊടുക്കുവാൻ നാം നമ്മെ തന്നെ അഭ്യസിപ്പിക്കുക. നാം ദൈവത്തിന്റെ വകയായി മാറുക. 2 കൊരിന്ത്യർ 6:16 വായിക്കുന്നില്ല, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ? 2 കൊരിന്ത്യർ
15:16 നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങളും ദേവാലയവും തമ്മിൽ എന്ത് യോജ്യത! നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമല്ലയോ ആകുന്നത്? എങ്കിൽ എൻ്റെ ആരാധനയിൽ വേർപാട്, എൻ്റെ ജീവചര്യയിൽ വേർപാട്, എൻ്റെ ഭക്ഷണത്തിൽ വേർപാട്, എൻ്റെ ചിന്തയിൽ വേർപാട്, എൻ്റെ നടപ്പിന്റെ വേർപാട്. എന്താ കാര്യം? ഞാൻ ലോകക്കാരനല്ല, ഞാൻ ദൈവപൈതലാണ്. ദൈവപൈതലായി നിന്നെ എന്തിനു കൊള്ളാം? ആത്മാവിന് വസിക്കാൻ കൊള്ളാം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ. നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ ഓർമ്മ നമുക്കുണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, എങ്കിൽ ദൈവത്തിന്റെ ശരീരം കൂടെയാ. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം വരാൻ ഒക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകയാൽ അതെടുത്ത് വേശ്യയുടെ അവയവവുമായി ഒന്നാക്കി തീർക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് മറക്കരുത്. പാപവുമായി ഇടപെടുമ്പോൾ, പാപലോകവുമായി പോകുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമെന്ന് തിരിച്ചറിയുന്നവർക്കായി, വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണപിള്ളപ്പിണ കൂടുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ പൈതലെന്ന് തിരിച്ചറിയുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. വ്യക്തിപരമായി നാം ദൈവത്തിന്റെ മന്ദിരം. വ്യക്തിപരമായി നാം ദൈവത്തിന്റെ മന്ദിരം. 2, നാം തന്നെ ഒരു കെട്ടിടമായി ഒരുമിച്ച് പണിയപ്പെടുകയാണ്. 1 തീമോത്തിയോസ് 3:15 ദയവായി വായിച്ചാലും നാം സാധാരണ വായിക്കുന്ന ഒരു വാക്യമാണ്. 1 തീമോത്തിയോസ് 3:15 ജീവനുള്ള ദൈവത്തിന് വായിച്ചു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. തീമോത്തിയോസേ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം, ദൈവത്തിന്റെ സഭയെ ദേവാലയത്തോട് ഉപമിക്കുകയാണ്, ഒരു കെട്ടിടത്തോട് ഉപമിക്കുകയാണ്. വ്യക്തിപരമായി നാം ദേവാലയങ്ങളാണ്. വ്യക്തിപരമായി നാം ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാണ്. വ്യക്തിപരമായി ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ആത്മാവിൻ്റെ ശരീരമാണ്. ഒരു സമൂഹമായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. മോനെ തീമോത്തിയോസേ, ഇതിനകത്ത് നടക്കുന്നത് സൂക്ഷിച്ചു വേണം. കാര്യം നീ നടക്കുന്നത് സഭയം ദേവാലയത്തിലാണെന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ സഭയുടെ അകത്തെ നടപ്പ് കർത്താവ് നന്നായി ശ്രദ്ധിക്കുന്നവനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വിശുദ്ധ ദേവാലയമാണെന്നും സഭയാകുന്ന ദേവാലയമാണെന്നും നിങ്ങൾ അറിയണം. ബഥേൽ ഇന്നിതിൻ്റെ മലയാളം സെക്ഷൻ ഇതിൽ തന്നെ ഒരു ദേവാലയമാണ്. തമിഴ് സെക്ഷൻ, തെലുങ്ക് സെക്ഷൻ, കന്നഡ സെക്ഷൻ, ഇംഗ്ലീഷ് സെക്ഷൻ, ഫ്രഞ്ച് സെക്ഷൻ, ഓരോന്നും നമ്മൾ എടുത്താൽ നമ്മുടെ ഓരോ സെക്ഷനുകളും, അയൽവക്കത്ത് കാണുന്ന ഓരോ സഭകളും, ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന ഓരോന്നും ദൈവിക മാനദണ്ഡം സൂക്ഷിക്കുമെങ്കിൽ അവർ ദൈവത്തിന്റെ ആലയങ്ങളാണ്, നാം ദേവാലയങ്ങളാണ്. സഭകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇറ്റ്സ് കോൾഡ് എ യൂണിവേഴ്സൽ ചർച്ച്, ഒരു വലിയ ദേവാലയമായി നാം മാറുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന LED സ്ക്രീൻ എല്ലാവർക്കും കാണാം. ലെഫ്റ്റിലും റൈറ്റിലും LED സ്ക്രീനുകൾ ഇരിപ്പുണ്ട്. നിങ്ങൾ LED വാൾസ് എന്നായിരിക്കും അതിനെ വിളിക്കുന്നത്, LED വാൾസ്. ഇതിനകത്ത് ചെറിയ ചെറിയ ബ്ലോക്കുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല ബ്ലോക്കുകൾ ഒരുമിച്ച് ചേർന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ വര കാണാം. അതെല്ലാവരും സൂക്ഷിക്കണമെന്നില്ല, വര അതിലുണ്ട്. സൂക്ഷിച്ചാലും ഇല്ലേലും വരയുണ്ട്. ചെറിയ ചെറിയ സെക്ഷൻ കൊണ്ടുണ്ടാക്കിയിരിക്കുക. അതിലൊരു ഒറ്റ എണ്ണം എടുത്താൽ ഈ കാണുന്ന ഫംഗ്ഷൻ മുഴുവൻ അത് കാണിക്കും. തീരെ ചെറുതായിരിക്കും എന്ന് മാത്രം. ഒരു കൊച്ചു ടെലിവിഷൻ കാണിക്കുന്നത് പോലെ അതിലെ ഒരു ബ്ലോക്ക് ആ ഫംഗ്ഷൻ മുഴുവൻ ചെയ്യും. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ഇതേ ഫംഗ്ഷൻ തന്നെ വലുതായി കാണിക്കും. ഒത്തിരിയും കൂടെ വലുതായി നമുക്ക് പിക്ചർ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചാലോ ഇതിനേക്കാളും വലുതായി കാണിക്കും. ഒറ്റപ്പെട്ട ദൈവ പൈതൽ ഒരു ദൈവസഭയാണ്, ഒരു ദേവാലയമാണ്. ഒരു യൂണിറ്റ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ വരുന്ന നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. പല ലാംഗ്വേജസ് നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ അതിനേക്കാൾ വലിയൊരു ദേവാലയമാണ്. ആഗോള വ്യാപകമായുള്ള ദൈവത്തിൻ്റെ തിരുസഭ എടുത്താൽ ഒരു ദേവാലയമാണ്. ജീവനുള്ള ദൈവം ഇതിൻ്റെ നടുവിൽ വസിക്കുക. അതുകൊണ്ട് തീമോത്തിയോസേ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതുകയാ. ഇതൊരു ദേവാലയമാകയാൽ ഇതിലെ നടപ്പ് നീ സൂക്ഷിച്ചോണം. നിനക്ക് തോന്നിയതുപോലെ നടന്നാൽ നീ ശിക്ഷിക്കപ്പെടുമെന്ന് മറക്കരുത്. ഒരു കൊച്ചു ആശയം പറയാൻ വേണ്ടി യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്യുന്നവർ എൻ്റെ സന്നിധിയിലോട്ട് വരാതിരുന്നേ നന്നായിരുന്നു. നിങ്ങൾ എൻ്റെ ആലയത്തെ ചവിട്ടിക്കളയേണ്ടതിന്, എൻ്റെ പ്രാകാരങ്ങളിൽ നിങ്ങൾ കയറി ചവിട്ടേണ്ടതിന് നിങ്ങളെ ആര് ക്ഷണിച്ചു? നിങ്ങൾ ദൈവത്തിനുള്ളവരായി നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ആലയത്തിൽ ചവിട്ടുന്നത് എന്തിന്? അടുത്തൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്, തീക്കൊള്ളി കൊണ്ടുവന്ന് എന്തിനാണ് എൻ്റെ മൂക്കിന് പിടിപ്പിച്ചത്? അത് വെളിയിലിരുന്നാൽ പോരായോ? തീക്കൊള്ളി ആരെങ്കിലും കൊണ്ടുവന്നാൽ,
തീക്കൊള്ളി ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഇവിടെ ആരെങ്കിലും ഒരു തീക്കൊള്ളിയും കൊണ്ട് നടന്ന് നമ്മൾ പറയും, കുഞ്ഞേ ഇതിവിടെ തീയും കൊണ്ട് കളിക്കരുത്, പൊള്ളാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെളിയിലിറങ്ങി കളിക്ക്, അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ളിടത്ത് കളിക്ക്. ആളുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നിടത്ത് തീക്കൊള്ളിയും കൊണ്ട് നടക്കരുത് കുഞ്ഞുങ്ങളോട് പറയും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ മൂക്കിന് നേരെ തീക്കൊള്ളി കൊണ്ട് പിടിച്ചതെങ്കിലോ, ചർച്ചിനകത്ത് ഇതും കൊണ്ട് നടന്ന് കളിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ കൊച്ച് ഇതും കൊണ്ട് എൻ്റെ മൂക്കിന് നേരെ ഒന്ന് തൊട്ടില്ല. തൊടാത്തിടത്തോളം എനിക്ക് പൊള്ളത്തില്ല, പക്ഷെ എനിക്ക് പേടിയുണ്ട് ഈ കൊച്ച് എപ്പോഴാ കുത്താൻ പോകുന്നതെന്ന്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിന് തീക്കൊള്ളി എൻ്റെ മൂക്കിന് നേരെ പിടിച്ചു? എൻ്റെ ക്രോധം ജ്വലിപ്പിക്കാനായിട്ടല്ലയോ? മോനെ തീമോത്തിയോസേ, ഈ സഭയ്ക്കകത്ത് നടക്കുമ്പോൾ ഓർത്തോണേ, നീ യോഗ്യമായി നടന്നില്ലെങ്കിൽ ഇതിനൊരു ശിക്ഷയുണ്ടാകും. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. മാർക്കറ്റിലെ സംസാരം ദൈവസഭയിൽ പറ്റത്തില്ല. പൊതു റോഡിലെ ഇടപെടൽ ഒരു ആത്മീയന് പറ്റത്തില്ല. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ഒറ്റയ്ക്കൊരു ദേവാലയമാണ്, എൻ്റെ കൂട്ടായ്മ ഒരു ദേവാലയമാണ്. ഞാൻ നടക്കുന്നത് യോഗ്യമായിട്ടായിരിക്കണം. അതൊരു ദേവാലയമാണെങ്കിൽ ഇതിൻ്റെ പണി തുടങ്ങേണ്ടത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം വായിക്കണ്ട, 7:24 പാറമേൽ അടിസ്ഥാനമിട്ടൊരു പണിയാണ് നടക്കേണ്ടത്. യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. എന്നാൽ വേറൊരു വാക്യം നമുക്ക് വായിക്കാം, ലൂക്കോസ് 6:48 വായിക്കണം. ഇതേ ആശയം കാണാം. മത്തായിയിൽ ഇല്ലാത്ത ഒരു ചെറിയ ഭാഗം കൂടെ അതിനകത്തുണ്ട്. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട്. പാഴക്കുഴിക്കുക എന്ന വാക്ക് മത്തായിയിൽ ഇല്ല, പാറമേൽ അടിസ്ഥാനമിടുക എന്ന അവിടെ മുതലേ മത്തായിയിൽ എഴുതിയിട്ടുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 6:48 ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുക. ദയവായി വായിച്ചാട്ടെ, ലൂക്കോസ് 6:48. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വായിച്ചു. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. ഇളകിപ്പോകാതെ വണ്ണം ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കുന്ന നല്ലവണ്ണം പണിത വീട്. ആ പദം മറക്കരുത്, നല്ലവണ്ണം പണിത വീട്. ഈ 1-2 വാക്കുകൾ വിശുദ്ധ മത്തായി ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ലൂക്കോസിൽ നിന്ന് വായിക്കാനിടയായത്. വിശുദ്ധ മത്തായി ആശയം ഇത് തന്നെ എഴുതി. 1-2 വാക്കുകൾ ലൂക്കോസ് നന്നായി ചേർത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തൊന്ന് വായിക്കാം. 1, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് നന്നായി പണിതത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരു ഉദാഹരണമാണ്. ഞാനൊരു വീട് പണിയാൻ വേണ്ടി വരികയാണ്. വന്ന് ഒരു സ്ഥലം ഞാൻ കണ്ടു. ആ സ്ഥലത്തങ്ങ് പണി തുടങ്ങിയാൽ ആഴയിലോട്ട് കുഴിക്കാതിരുന്നാൽ ഒക്കും. സാധാരണഗതിയിൽ ഒരു നല്ല കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ഒരു നല്ല പെർസെൻറ്റേജ് അടിത്തറയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. സാധാരണ ഒരു വീട് പണിയുമ്പോൾ ആ വീടിനാകെ 1000 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ മേ ബി അതിനകത്ത് ഒരു 250 രൂപയോ 200 രൂപയോ ഒരു നല്ല തുക അടിസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെക്കും. നമ്മൾ ഈ ഇരിക്കുന്നത് ചതുപ്പ് നിലമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വീട് പണിയണമെങ്കിൽ മേ ബി 300 രൂപ അടിസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെക്കും. കാരണം 30%. കാരണം ഇവിടുത്തെ ഏരിയ നല്ലതല്ലാത്തത് കൊണ്ട് അധികം ആഴത്തിൽ കുഴിക്കേണ്ടതായി വരും. അധികം കെയർ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനം കെട്ടേണ്ടതായി വരും. ചൊവ്വെ കെട്ടണമെങ്കിൽ യോഗ്യമായ ഒരു അടിസ്ഥാനത്തിൻ്റെ മേൽ. ഞാൻ ഇതിനകത്ത് എത്രയും വിശദീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിള്ളേരെ, നിങ്ങൾക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ വലുതാണെന്ന് മറക്കരുത്. അക്രൈസ്തവമായ മാർഗത്തിൽ നിന്ന് വരുന്ന ഒരാളിന് ഒത്തിരിയും കൂടെ താഴോട്ട് കുഴിച്ചെങ്കിലേ പാറ കാണത്തുള്ളൂ. പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങോട്ട് ഉണ്ടായി വരുന്നത് മുതൽ സ്തോത്രത്തിൻ്റെ ശബ്ദം കേട്ടും പ്രസംഗത്തിൻ്റെ ആരവം കേട്ടും ഹല്ലേലൂയയുടെ വിളി കേട്ടും പെന്തക്കോസ്ത് മണ്ഡലത്തിൻ്റെ കയ്യടി കണ്ടും വളർന്നവർക്ക് ദൈവം എന്താണെന്ന് അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. അത് അറിയാൻ വയ്യാത്തവർക്ക് വേറെ ചില റോങ് പ്രാക്ടീസസ് അവരുടെ കാണും. ആ റോങ് പ്രാക്ടീസിൻ്റെ മേൽ പണിയുവാനോ. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ, നോൺ പെന്തക്കോസ്റ്റൽ സാഹചര്യത്തിലാണ് വളർന്നത്. പലതും ഞാൻ കണ്ടു. അതിൻ്റെ മുകളിലോട്ടങ്ങ് പണിതാ മതിയോ? നോ. ആഴത്തിൽ കുഴിച്ച് പാറ കാണുന്നത് വരെ പോകണം.
ഈ ചതുപ്പ് നിലത്താണ് കുഴിക്കുന്നതെങ്കിൽ, നമ്മൾ ഇരിക്കുന്നത് ചതുപ്പ് നിലമാണ്, ഈ ചതുപ്പ് നിലത്താണ് കുഴിക്കുന്നതെങ്കിൽ അധികം ആഴത്തിൽ പോയെങ്കിലേ പാറ കാണത്തുള്ളൂ. ഇല്ല, ഉറപ്പുള്ള മണ്ണാണെങ്കിൽ അത്രയും ആഴത്തിലേക്ക് പോകത്തില്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ മുതൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നോ അവിടെ മുതൽ ക്രിസ്തുവെന്ന പാറ കാണുവോളം, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ഉപദേശം കാണുവോളം ആഴത്തിലേക്ക് ഇറങ്ങുന്നവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഈ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. വേദപുസ്തകം വായിച്ചു തുടങ്ങിയ എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ബൈബിളിൽ നിന്നുണ്ടായ സംശയം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്നായിരുന്നു. ഏതെങ്കിലും ഒരു പുരുഷൻ തൻ്റെ തല മൂടിക്കൊണ്ട് കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ തൻ്റെ തലയാകുന്ന ക്രിസ്തുവിനെ അപമാനിക്കുന്നു. 1 മുതലുള്ള കുറേ വാക്യങ്ങൾ വായിച്ചേച്ചേ ഒരു കൺക്ലൂഷനിൽ എത്താവൂ. കാര്യം പല വാക്യങ്ങൾ അടുക്കിന് ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു പുരുഷൻ തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ തൻ്റെ തലയാകുന്ന ക്രിസ്തുവിനെ അപമാനിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ചില മാനമേറിയ സ്ഥാനികൾ, ചില മാർഗീയ സ്ഥാനികൾ, ചില ഉന്നതത്തിൽ ഇരിക്കുന്നവർ, പുരുഷന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്നവർ തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. ഈ വാക്യം വായിച്ചിട്ടോ വായിക്കാതെയോ. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇടയണമെങ്കിൽ ഇതിൻ്റെ മേൽ പണിതാൽ ശരിയാകുകയില്ല. അതങ്ങനെയൊക്കെ കിടക്കുമെന്നും പറഞ്ഞ് പണിതാൽ അടുത്ത കാറ്റടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴും. എൻ്റെ കർത്താവ് പറഞ്ഞു, ദൈവസഭ പണിയുകയാണോ അത് ചൊവ്വ നേരെ പണിയണം. ആഴത്തിലേക്ക് കുഴിക്കുക, കുഴിച്ചൊന്ന് ഇറങ്ങുക. കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നൊരു സംശയമായിരുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സാരമില്ല സൽപ്രവൃത്തികൾ ചെയ്താൽ മതി. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇവിടെ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ച് സ്വർഗത്തിൽ പോകേണ്ട മാർഗം ഞായറാഴ്ച കളിക്കാൻ പോകരുത്. ഏറ്റവും ചെറിയ പ്രായത്തിലാണ്, ഒരല്പം വളർന്നു കഴിഞ്ഞപ്പോഴല്ല. ഞങ്ങളുടെ പിള്ളേർക്ക് അതുപോലും അറിയത്തില്ലല്ലോ, അല്ലേ? നമ്മുടെ പല പിള്ളേർക്ക് അതുപോലും അറിയത്തില്ലല്ലോ. ഞായറാഴ്ച കളിക്കാൻ പോകരുത്. എൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു, ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച രാത്രി വരെ മേ ബി ഒരു 40 മണിക്കൂർ 36 മണിക്കൂർ എങ്കിലും ഞായറാഴ്ചയുടെ ബഹുമതിയോടെ അതിനെ സൂക്ഷിക്കണം. ശനിയാഴ്ച രാത്രി മൊത്തം അധ്വാനിച്ച് നടന്നാൽ ഞായറാഴ്ച രാവിലെ ഉറക്കം തൂങ്ങും, സത്യം. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച കൂടെ ഭക്തിയിൽ അതിനെ സൂക്ഷിക്കണം. ഞായറാഴ്ച വൈകുന്നേരം വരെ എങ്കിലും ആ ഭക്തിയിൽ അതിനെ സൂക്ഷിക്കണം, കഴിയുമെങ്കിൽ ഞായറാഴ്ച രാത്രിയിലും കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദീർഘമണിക്കൂറുകൾ ഞായറാഴ്ച മറ്റൊന്നിനും പോകരുത്, കളിക്കാൻ പോകരുത്. സ്വർഗത്തിൽ പോകും. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ടായി. തലമൂടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ, യേശുവിനെ അപമാനിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നത്? ശകലം കൂടെ കഴിഞ്ഞപ്പോൾ ആലോചന കയറി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. അപ്പച്ചൻ പറയുന്ന ഇവിടുന്ന് പണിതാ മതി എന്നാ. പക്ഷെ എനിക്ക് തോന്നിയ ആഴത്തിലോട്ട് കുഴിക്കണമെന്നാ. ഇന്ന് രാത്രിയിൽ കുഴിച്ചിറങ്ങുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യോഗ്യമായ പണി നടക്കണമെങ്കിൽ, സഭയം ദേവാലയം പണിയണമെങ്കിൽ ആഴത്തിൽ കുഴിക്കുക. എവിടം വരെ? പാറ കാണുന്നത് വരെ. ഏതാണ് പാറ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു തിരുവചനത്തിൽ നിന്ന് 2 കൊരിന്ത്യരിൽ നിന്ന്. ഇന്നും നമ്മൾ അവിടെ വരും. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം ഇട്ടാൽ ആ പണി ശോധന ചെയ്യപ്പെടത്തില്ല. അത് ദൈവം മുമ്പിൽ വരികയില്ല. ദൈവം ശോധന ചെയ്യണമെങ്കിൽ, ദൈവം അപ്രൂവ് ചെയ്യണമെങ്കിൽ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം തിരുവചന ഉപദേശത്തിന്റെ മേൽ ആരംഭിക്കണം. എവിടെയെങ്കിലും അബദ്ധം പറ്റിയവർ, ബിഫോർ ഇറ്റ് ബിക്കം ടു ലേറ്റ്, അധികം വൈകിപ്പോകുന്നതിന് മുന്നമേ ഇന്ന് പകൽ കറക്റ്റ് ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെടാം. തവേ, എൻ്റെ പണി കിട്ടിയ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇടുകയായിരുന്നു. എനിക്ക് ലഭിച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഒരടിസ്ഥാനത്തിന്മേൽ ഇടുകയായിരുന്നു. നോ, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുന്ന. അങ്ങനെ അടിസ്ഥാനമിട്ടാൽ വിശുദ്ധ മത്തായി 11:21 വായിക്കണമെന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ യേശു വാക്യം ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:42. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? യേശു അവരോട് ചോദിക്കുകയാണ്, ഒരു ആശയത്തിലേക്ക് കയറുകയാണ്.
തിരുവെഴുത്തുകളിൽ നിങ്ങളൊരു കാര്യം വായിച്ചിട്ടില്ലയോ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കോണിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് വായിക്കണ്ട. ഇത് 118 സങ്കീർത്തനത്തിന്റെ 22 വാക്യമാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കോണിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? 118 സങ്കീർത്തനത്തിന്റെ 22 വാക്യമാണിത്. തങ്ങളുടെ സഭ പണിയേണ്ടതിനായി, തങ്ങളുടെ സമൂഹം പണിയേണ്ടതിനായി യേശുക്രിസ്തു എന്ന കല്ലിൽ ഇതിനെ കൊള്ളാമോ എന്നവരൊന്ന് ആലോചിച്ചു നോക്കി. നിങ്ങൾക്കറിയാമോ, യൂദ മുതലായ ചിലർ, ഇസ്കരിയോത്ത യൂദ മുതലായ ചിലർ യേശുവിൻ്റെ അടുക്കൽ വരുവാനും യൂദ ശിഷ്യത്വം സ്വീകരിച്ചു. വേറെ ചിലർ യേശുവിനെ അനുഗമിച്ചു, ശിഷ്യത്വം സ്വീകരിച്ചില്ലെങ്കിലും അനുഗമിച്ചു. കാരണം എന്നാണെന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നവൻ. യൂദ ശിഷ്യത്വത്തിലേക്ക് അടുത്തു വന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രങ്ങൾ വിളിച്ചു പറയുന്നത്. യൂദ എങ്ങനെയും റോമൻ സംസ്കാരം തുടച്ചു മാറ്റിയ ശേഷം റോമൻ ഭരണത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ജയത്തിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ മുന്നോട്ട് വന്നവനാ. പല മെത്തേഡുകൾ നോക്കിയിട്ടും റോമനെ ടോപ്പിൾ ചെയ്യാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം കലാപങ്ങളിൽ ഇടപെട്ടു. പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വിജയിക്കാതിരിക്കുമ്പോഴാണ് യേശുവിനെ കണ്ടത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. പച്ചവെള്ളത്തിന്റെ മേൽ നടക്കുവാൻ ഇവന് കഴിയും. തെളിയിക്കപ്പെട്ടത് പിന്നീട്. വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അവൻ വിചാരിച്ച്, ഇങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന സപ്പോർട്ട് കൊടുക്കാം, ഈ ആളിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാമെങ്കിൽ യഹൂദ സംസ്കാരം രക്ഷിച്ചുകൊണ്ട് റോമക്കാരെ തകർക്കുവാൻ യേശുവിന് കഴിയും. അതിനുവേണ്ടി വന്നവനാണ് യൂദ. ഒരുപാട് പേര് യേശുവിനോട് ചേർന്നതിൻ്റെ കാരണം റോമനെ തകർത്തുകൊണ്ട് യഹൂദ സംസ്കാരം നിലനിർത്തുവാൻ യേശുവിനെ കൊള്ളാം എന്ന് കണ്ടുകൊണ്ട് അനേകർ വന്നു. പക്ഷേ യേശുവിൻ്റെ ഉപദേശ സംഹിത ഇവർ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം, ദൈവം എന്നെ അയച്ചതാണ്. ഈ വാക്കുകൾ പുരോഹിത വൃന്ദത്തിന് പിടിക്കാതെ വന്നതോടെ വീട് പണിയുന്നവനായി യഹൂദൻ യേശുവിനെ തള്ളി. അവർ ചേർന്ന് വിളിച്ചു, അവനെ കുരിശിക്ക, അവനെ കുരിശിക്ക. പീലാത്തോസ് തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, അവൻ ചെയ്ത കുറ്റമെന്ത് പറ. അവർക്കൊരു മറുപടി ഇല്ലായിരുന്നു. അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലാണ് ഈ നിൽക്കുന്നത്. അത് കോണിന്റെ മൂലക്കല്ലാകുവാൻ ദൈവം ഇടയാക്കി. കോണിന്റെ മൂലക്കല്ലായ കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4 അധ്യായത്തിന്റെ 11 വാക്യം വായിക്കണമെന്നില്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ വിശുദ്ധ പത്രോസ് ഇതേ കാര്യം എടുത്തു പറഞ്ഞു. യേശുവാണ് മൂലക്കല്ല്. ഞാൻ എവിടുന്നാ വരുന്നത്? ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇടാൻ വരിക. അടിസ്ഥാനം എന്താണ്? ഒരു കെട്ടിടം പണിയുന്നെങ്കിൽ സഭയാം കെട്ടിടത്തിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാ. തൻ്റെ ഉപദേശത്തിൽ നിന്നല്ലാതെ യാതൊരു ഉപദേശവും സ്വീകാര്യമല്ല. യേശുവിൻ്റെ ഉപദേശമല്ലാതെ യാതൊരു ഉപദേശവും വിലപ്പോകത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്നാനപ്പെട്ട കുറ്റത്തിന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ഞാൻ ആഹാരം കഴിക്കാതിരിക്കും, എൻ്റെ മാതാപിതാക്കൾക്കും ആഹാരം കഴിക്കാൻ തോന്നത്തില്ല. അവർ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ തിരിച്ചു ചെല്ലാൻ വേണ്ടി ഒരു കറക്റ്റീവ് മെഷർ എന്നവണ്ണം ഇറക്കി വിട്ടെങ്കിലും അതിൻ്റെ അർത്ഥം മകനെന്ന സ്ഥാനത്തു നിന്ന് അവരുടെ മനസ്സെന്നെ തള്ളിയില്ല. പുറമെ വാക്കുകൾ എന്നെ തള്ളി, മനസ്സെന്നെ തള്ളിയില്ല. അതുകൊണ്ട് ഞാൻ ആഹാരമില്ലാതെ നടക്കുമ്പോൾ അവരും ആഹാരം കഴിച്ചില്ല. എൻ്റെ അപ്പച്ചന് തൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ മൂത്തയാളായിരുന്നു. അതുകൊണ്ട് അനിയന്മാരും അതുപോലെ തന്നെ ആചരിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കസിൻ എൻ്റെ അടുക്കൽ വന്നു വെച്ച് പറഞ്ഞടാ, നീ ഒരുത്തൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് വീട്ടിൽ കയറാതെ പരിയമ്പറത്തൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല. ഇത് കാരണം നിനക്കറിയാമോ, നിൻ്റെ അപ്പനും അമ്മയും കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. നിൻ്റെ അപ്പനും അമ്മയും കഴിക്കാത്തിടത്തോളം എൻ്റെ അപ്പനും അമ്മയും കഴിക്കത്തില്ല, ഉറങ്ങുന്നില്ല. നമ്മളൊരു കുടുംബം മൊത്തം ബുദ്ധിമുട്ടില്ല, നീ ഒരുത്തം കാരണം. എടാ, ഞാൻ ഈ കൂട്ടത്തിൽ പോയി പള്ളിയിലെ അച്ഛനോട് സംസാരിച്ചിടാ. അച്ഛൻ പറഞ്ഞു സ്നാനം അങ്ങനെ ഒരു നിർബന്ധ ഘടകമൊന്നും അല്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളൊക്കെയാണ് സ്നാനപ്പെട്ടതാണ്. എടാ, നമ്മുടെ അപ്പച്ചനല്ലേടാ, നിൻ്റെ അപ്പച്ചനല്ലേടാ പള്ളിയിലെ ആത്മായ ശുശ്രൂഷകൻ, സൺഡേ സ്കൂളിൻ്റെ ഇൻസ്പെക്ടർ. അപ്പച്ചന് കാര്യങ്ങൾ അറിയാമെടാ. അപ്പച്ചനും പറഞ്ഞു, ഉപദേശിമാരൊക്കെ പറയുന്ന ഇതാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് തെറ്റിപ്പോയെന്ന് തിരിച്ചങ്ങ് പറ, നമ്മുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ. എൻ്റെ 12-13 വയസ്സിൽ എനിക്കറിയാൻ വയ്യ ആ ജ്ഞാനം എനിക്ക് അന്ന് എവിടെ കിട്ടിയെന്ന്. ഞാൻ തിരിച്ചെൻ്റെ ചേട്ടനോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛൻ കുഞ്ഞെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അച്ഛൻ കുഞ്ചായ, യേശു പറയുന്നു സ്നാനം നിർബന്ധമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും വേണം. അച്ഛൻ പറയുന്നു വേണ്ട, അപ്പച്ചനും പറയുന്നു വേണ്ട. ഇതിലേതാ ദൈവം?
യേശു ആണോ ദൈവം, അപ്പച്ചനാണോ ദൈവം, അച്ഛനാണോ ദൈവം? ഞാനാണെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നു. എനിക്കത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. മൂലക്കല്ലേശുവ തന്നിൽ നിന്ന് ആരംഭിച്ചത് മാത്രം. ഒരു കൂട്ടം ആളുകൾ വിളിച്ചു പറയുന്നു, യേശു കാൽവരിയിൽ മരിച്ചതുകൊണ്ട് ഇനി പ്രായോഗിക വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യമില്ല, അതെല്ലാം കാൽവരിയിൽ സാധിച്ചു. പക്ഷെ യേശു പറയുകയാണ്, ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയെ നടക്കുന്നവൻ മാത്രമേ നിത്യതയിൽ എത്തുകയുള്ളൂ. നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. എൻ്റെ മൂലക്കല്ല്, ദൈവസഭയുടെ മൂലക്കല്ല് കർത്താവായ യേശുവാണ്. കർത്താവായ യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:18 വായിച്ചാട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം മാറത്തില്ല. മത്തായിയുടെ സുവിശേഷം 6:18 ഒരു 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകാം. മത്തായിയുടെ സുവിശേഷം 16:18. ഐ എം റിയലി സോറി. മത്തായിയുടെ സുവിശേഷം 16:18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്ന ഒരു വാചകമാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ പണി പത്രോസിന്റെ മേലല്ലേ, താനല്ലേ പാറ എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ മറുപടി വ്യക്തമായി മനസ്സിലാകേണ്ടത് ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷൻ ഒന്നുകിൽ പ്രൊജക്റ്റ് ചെയ്യണം. തൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം ദയവായി ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ വായിക്കുകയെങ്കിലും വേണം. യോഹന്നാൻ്റെ സുവിശേഷം 1:42 മലയാളത്തിൽ വായിക്കണം. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലും ദയവായി അത് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1:42. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, അതായത് പത്രോസിനെ കൊണ്ടുവന്ന കാര്യമാ പറയുന്നത്. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഓക്കെ, അത് പത്രോസ് എന്നാകുന്നു. പിറ്റന്നാൾ മതി ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വെർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. And he brought him to Jesus. And when Jesus beheld him, he said, You are Simon, the son of Jonah. You shall be called Cephas, which is by interpretation a stone. വാക്യം ഒന്ന് വായിച്ചോണേ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. which is by interpretation a stone. ലോകത്തിൽ മുഴുവനും ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. നെവർ അതർവൈസ്. പത്രോസ് കേഫ, പത്രോസ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ര, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? which is by interpretation a stone. you are a stone. നീ ഒരു പാറയിൽ നിന്ന് പൊട്ടി മാറിയ ഒരു കഷണമാ, നീ ഒരു കൽക്കഷണമാ. which is by interpretation a stone. കർത്താവ് യേശുവിൻ്റെ അടുക്കൽ പത്രോസ് നിൽക്കുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? പലരും പല ഉത്തരം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? യേശുവിൻ്റെ 2-ാം ചോദ്യം. പത്രോസിന്റെ മറുപടി, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു നേരെ പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, you are Cephas, thou art Peter. നീ പത്രോസ് ആകുന്നു. സ്വർഗത്തിന്റെ ദർശനത്താലാണ് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നീ യാഥാർത്ഥ്യം അറിഞ്ഞത്. ഞാൻ ക്രിസ്തു ആകുന്നു എന്ന യാഥാർത്ഥ്യം നീ അറിഞ്ഞത് നിന്നെ പഠിപ്പിച്ചതല്ല. ഇറ്റ്സ് നോട്ട് ബൈ നോളജ്. നീ എവിടുന്നെങ്കിലും വായിച്ചതല്ല, കേട്ടതല്ല, ആരെങ്കിലും പറഞ്ഞു തന്നതല്ല, പഠിപ്പിച്ചതല്ല. പകരം എൻ്റെ പിതാവിങ്കിൽ നിന്ന് നിനക്ക് ലഭിച്ച ഒരു വെളിപ്പാടാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ റിമെമ്പർ, thou art a piece of stone. നീ ഒരു പാറയുടെ കഷണമാണ്. You are a stone. ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് പാറ കഷണത്തിൻ്റെ മേലല്ല, ഒരു പാറയുടെ മേല. I am the rock of ages, the Christ. ക്രിസ്തു എന്ന ഞാൻ യുഗങ്ങളുടെ പാറയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് ഒരു പാറമേലാണ്. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. ഞാൻ ഈ ഒരു വാക്യം കൊണ്ട് ഇവിടെ വിട്ടുകളഞ്ഞാൽ ഇത് എം എ വർഗീസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് ആർക്കെങ്കിലും പറയാം. അത് വരാതിരിക്കേണ്ടതിന് 2-മതൊരു വാക്യത്തിലേക്ക് പോകാം. നമുക്ക് പോകാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. 1 പത്രോസ് 1:25. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. 1:2 നോക്കാമോ? 2:6. 1 പത്രോസ് 2:6. ഐ എം സോറി.
ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കുകയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് നിങ്ങളും ആത്മീക ഗ്രഹമായി മാറേണ്ടതിന് ജീവനുള്ള കല്ലുകളാകുക എന്നൊരു വാക്യമുണ്ട്. എളുപ്പം തപ്പാൻ എവിടാണെന്ന്? ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ എം സോറി. ഞാൻ റെഫറൻസ് എഴുതി തെറ്റിപ്പോയി. ഐ എം സോറി ഫോർ ദാറ്റ്. ഐ അപ്പോളജൈസ് ദ ഹോൾ വേൾഡ്. ഐ എം സോറി. നിങ്ങളും എത്രാമത്തെ വാക്യം അത്? 1 പത്രോസ് 2:4-5. 2:4-5. ഓക്കെ, പ്ലീസ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നിങ്ങളെ പണിയുകയാണ്. ഞാൻ ചെന്ന് പത്രോസിനോട് പറയാണ്, പത്രോസേ, അങ്ങാണ് പാറയെന്നും അങ്ങയുടെ മേലാണ് സഭ പണിയുന്നതെന്നും യേശു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് എന്നെ കൂടെ സഭയിൽ അംഗീകരിക്കണമേ എന്ന് പറയുമ്പോൾ പത്രോസ് പറയും, മോനെ, ആ സംശയം വരാതിരിക്കേണ്ടതിന് ആ കാലത്ത് തന്നെ ഞാൻ സത്യം തുറന്നു പറഞ്ഞു. ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗ്രഹമാകേണ്ടതിന് ആ പാറയോട് ചേർത്ത് പണിയപ്പെടുവാൻ ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവരെ ക്രിസ്തുവിങ്കലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെയും പണിതു വരികയാണ്. നിങ്ങൾ ജീവനുള്ള കല്ലുകളാണ്, നമ്മൾ ജീവനുള്ള കല്ലുകളാണ്. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ആകയാൽ ഞാൻ എന്നെ ശുദ്ധീകരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധിയിൽ നടത്തുകയാണ്, എൻ്റെ അസോസിയേഷൻ സ്റ്റോയാക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ വഴിയിൽ നടക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന ദൈവവൈതലേ, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. ഈ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ എളുപ്പം മറന്നു പോകാതിരിക്കാൻ ഞാൻ തമാശം പറയാം. ആ കൂട്ടത്തിൽ ഞാൻ തമാശ പറയുന്ന പതിവില്ല, പക്ഷെ എളുപ്പം മറന്നു പോകാതിരിക്കാൻ തമാശമല്ല കാര്യം. അത് ഈ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ആളിനെ ആ ഷോക്കിൽ നിന്ന് തട്ടി മാറ്റാതെ അവനെ പിടിച്ചു മാറ്റാൻ വരുന്നവരൊക്കെ കടിച്ചു തൂങ്ങും ഈ പവർ ലൈനിൽ. ഒരു 240 വോൾട്ടേജിൻ്റെ ഒരു ലൈൻ, അതിൽ കൂടുതൽ പോകണ്ട, കുറച്ചാൽ ശരിയാകത്തുമില്ല. ഒരു 240 വോൾട്ടേജിൻ്റെ ഒരു ലൈൻ ഇതുവഴി പോകുന്നുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ നോർമൽ ലൈൻ. അതേ ഞാൻ അബദ്ധത്തിന് കയറി തൊട്ടുപോയി. എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ലൈൻ ഇതുവഴി പോകുന്നു, ഞാൻ ആ ലൈനെ കയറി അങ്ങ് തൊട്ടാലുടനെ എൻ്റെ മസിലുകൾ അങ്ങ് ചുരുങ്ങിക്കൊണ്ട് ഇതെൻ്റെ കയ്യിലങ്ങാകും. പിന്നെ എന്നെ ആര് നോക്കിയാലും ഇതെന്ന് വലിച്ചെടുക്കാൻ ഒക്കുകയില്ല. ഞാൻ ഇതേ കയറി തൊടുന്ന സാഹചര്യത്തിൽ സ്ലിപ്പ് ചെയ്തിഞ്ഞ് പോരുന്നാൽ സ്വോത്രം, ഞാൻ കറണ്ടിൽ അടിച്ചു തട്ടിക്കളഞ്ഞു എന്ന് പറയും. കറണ്ട് അടിച്ചു തട്ടിപ്പോയി. എല്ലാവരുടെയും റിയാക്ഷൻ ഒരുപോലല്ല. ചിലരുടെ കൈ അങ്ങ് തെറിച്ചു പോകും, വേറെ ചിലരുടെ കൈ നിൽക്കുന്ന നിലയിൽ ചുരുണ്ടു പോകും. മസിലുകൾ കോൺട്രാസ്റ്റ് ചെയ്യും. ചുരുണ്ടു പോയാൽ ഞാൻ ഈ ലൈനിൽ പിടിച്ചു. പിന്നെ ആരെല്ലാം നോക്കിയാലും ഞാനെടുത്ത് തൂങ്ങിക്കിടന്നാലും കുരങ്ങ് മരത്തെ തൂങ്ങുന്ന പോലെ ഇരിക്കും, താഴെ വരത്തില്ല. ചത്ത് തീരുന്നത് വരെ അതേ തൂങ്ങിയിരിക്കും. എങ്ങനെയെങ്കിലും എന്നെ അവിടുന്ന് വിടുവിക്കണമെങ്കിൽ അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. എന്നെ ഒരാൾ പിടിച്ചാൽ ശരിയാകത്തില്ല. അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ഈ ലൈൻ ഓഫ് ചെയ്യുക. ഈ സമയത്ത് രണ്ടാമതൊരുത്തൻ എന്നെ വലിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ കാലേ കയറി പിടിച്ചെന്നിരിക്കട്ടെ, ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടി അവനും പിടിച്ചിരിക്കുക എന്നോട് തന്നെ. ഇതിനകത്തൊന്ന് രക്ഷിക്കണമെങ്കിൽ സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് ഉണങ്ങിയ തടിയോ മുളയോ, ദൈവമേ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ, ആർക്കും അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ സംഭവിച്ചു പോയാൽ ഇത് കറക്റ്റാണ്. ഒരു ഉണങ്ങിയ കമ്പോ തടിയോ എടുത്ത് രണ്ടാമതോ ഒന്നാമതോ പിടിച്ചിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ഭയങ്കര അടിക്കുക. ചിലപ്പോൾ കൈ ഒടിഞ്ഞു പോയെന്നിരിക്കും, എങ്കിലും ആ കൈ ഒന്ന് റിലീസാവും, ഇവൻ താഴെ വീഴും. ഷോക്ക് അടിക്കുന്നവനെ പിന്നെ മുളയെടുത്ത് അടിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ആശയം ചുമ്മാണ്. ഷോക്ക് അടിച്ചവനെ കൊല്ലാൻ പോവല്ലേ, അവൻ ഒരു പാപവും ചെയ്തതല്ല, അവനെ എന്തിനാ ചുമ്മാ തല്ലുന്നേ? രംഗം ഇതാണ്. അവനെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗവും ഇല്ല, എങ്ങനെയെങ്കിലും അടിച്ചു പുറത്തെടുക്കുക. ഓക്കെ, അതല്ലാതെ മാർഗമില്ല. ഇതിൽ തൊടുന്നവൻ പറ്റിപ്പിടിക്കും. ഈ ദൈവകൃപയുടെ ഒരു പ്രത്യേകത ഏതാ? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്ന് തൊട്ടുപോയാൽ ആ ജീവൻ എന്നിലേക്ക് വ്യാപരിക്കും. എന്നെ ഒരാൾ വന്ന് തൊട്ടുപോയാൽ ഈ ജീവൻ അവനിലേക്ക് വ്യാപരിക്കും.
പ്രൊവൈഡഡ്, ഐ ബിക്കം എ കണ്ടക്ടർ. ആ കൃപ പകർത്തുവാൻ കൊള്ളാവുന്ന, ആ ശക്തി പകർത്തുവാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനെങ്കിൽ ഇത് എന്നിലേക്ക് വ്യാപരിക്കും. സിസ്റ്റർ മേരി കോവൂർ പ്രസംഗിക്കുവാൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പേപ്പട്ടിക്ക് വിഷമിളകിയാൽ പിന്നെ അതിൻ്റെ താല്പര്യം അടുത്ത പട്ടിക്കും പേ കൊടുക്കുക എന്ന. ഓടി നടന്ന് കാണുന്നതിനെ എല്ലാം കടിക്കും. പെന്തിക്കോസുകാരനും അങ്ങനെ തന്നെയാണ്. ഒരുത്തൻ വിശ്വാസത്തിൽ വന്നാൽ അവൻ്റെ ആശ അടുത്തവൻ നരകത്തിൽ പോകാതെ എങ്ങനെയും രക്ഷിക്കണമെന്ന. നാട്ടുകാരെല്ലാം പെന്തിക്കോസുകാരാണ്, നിങ്ങൾക്കതറിയാമോ? ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു സിംഹം നിൽക്കുന്നത് കണ്ടുപോയെന്നിരിക്കട്ടെ, കണ്ടിട്ടില്ല, പക്ഷെ ആന നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ പല പ്രാവശ്യം വനത്തിൽ കൂടെ ഓടിച്ചു പോകുമ്പോൾ ആന നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വഴിയുടെ റമ്പിൽ അല്ലെങ്കിൽ വഴിയുടെ നടുക്ക് ആന ഇറങ്ങി നിന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പം കാണുന്ന കാറിന് എല്ലാം കൈ കാണിക്കും. ഒരാവശ്യവുമില്ല, കാണുന്ന കാറിന് എല്ലാം കൈ കാണിച്ചേച്ച് യാത്ര ചെയ്തിട്ടുള്ള മുഴുവൻ പേർക്കും അറിയാം ആന നിപ്പുണ്ട്, സൂക്ഷിച്ചു പൊക്കോണം, ആന നിപ്പുണ്ട്, സൂക്ഷിച്ചു പൊക്കോണം. എടാ, എന്തിനാടാ ഈ വഴിയെ പോകുന്നവരോടെല്ലാം പറയുന്നത്? ഇത് ഞങ്ങളുടെ പ്രകൃതിയാണ്, ആ മനുഷ്യത്വത്തിൻ്റെ. ഇതുപോലെയാണ് നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുക. കുഞ്ഞെ, അതിലെ പോകരുത് പോകരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇതിലെ ഒരു പോകരുത്, കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ നരകത്തിലെത്തും. ഇതിൻ്റെ നമ്മുടെ പ്രത്യേകത, ക്രിസ്തുവിൽ തൊട്ടാൽ ആ ജീവൻ എന്നിലേക്ക് വ്യാപരിച്ചു. ആ ജീവൻ എന്നിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിത്വത്തിലേക്ക് അത് മാറുകയാണ്. ഒന്നിനൊന്നിന് പകർത്തുന്ന ഒരു പ്രത്യേകത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യേകത ഉള്ളതിനാൽ ഇന്ന് പകൽ ദൈവ പൈതലേ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ അപ്പസ്തോലന്മാരോടും പ്രവാചകന്മാരോടും ചേർന്ന് ഒരു പണിയുണ്ട്. അതിനെയാണ് ദൈവസഭ എന്ന് വിളിക്കുന്നത്. സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. 1 പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 4:11 ക്രിസ്തു മൂലക്കല്ലായിരിക്കെ, 1 പത്രോസ് 2:4-5 ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നിന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആശയത്തിന്റെ മേൽ അവരുടെ അടുക്കൽ ഒടുക്കൽ വന്ന് കെട്ടുപണി ചെയ്യപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 1 കൊരിന്ത്യർ 3:10-11 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാ. 1 കൊരിന്ത്യർ 3:10-11 ഒന്നുകൂടെ വായിക്കാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഇന്ന് പകൽ പണിയപ്പെടുന്ന നമ്മൾ എങ്ങനെ പണിയുന്നുവെന്ന് നമുക്ക് നമ്മെ ഒന്ന് നോക്കാം. ഒരു ദൈവഗ്രഹമാകുമാർ. ഒരു പക്ഷേ ഞാൻ പണിയുന്ന പണി ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിന് വിരോധമെങ്കിൽ അതിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകയില്ല. ഒരു കെട്ടിടത്തിനകത്ത് ഒരു കല്ല് ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യം വസിക്കുവാൻ കൊള്ളാവുന്നതല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, ആ കെട്ടിടം ഉപയോഗശൂന്യമായി മാറും. ആകയാൽ ബൈബിൾ പറയുന്നു, ഒരു വീട് പണിതയിടത്ത് ഒരു കല്ലിൽ കുഷ്ഠമുണ്ടെങ്കിൽ ആ കല്ലിനെ തുരഞ്ഞെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അതിനെ കളഞ്ഞ ശേഷം അത് റീപ്ലേസ് ചെയ്തേ മതിയാകൂ. ദൈവകൃപയുടെ ഒന്നാമത്തെ പ്രത്യേകത നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിൽ കൊടുക്കുമെങ്കിൽ തള്ളിക്കളകയല്ല, പകരം നമ്മെ ശുദ്ധീകരിക്കുക. എന്നാൽ തള്ളിക്കളയേണ്ടതിന് വണ്ണം എത്ര ശുദ്ധീകരിച്ചിട്ടും നാം അംഗീകരിക്കാതെ വന്നാൽ തള്ളിക്കളകയായിരിക്കും അതിന്റെ അവസാനം. ഇന്ന് പകൽ ദൈവസഭയുടെ അംഗത്വത്തിലേക്ക്, അതിന്റെ ബന്ധത്തിലേക്ക് വന്നവരെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ദൈവം എന്നെ വളർത്തേണ്ടതിന് ഞാൻ കർത്താവിന്റെ കൃപയിലായിരിക്കും. ഇന്ന് പകൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആശയത്തിലേക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ 1-2 ആഴ്ചകൾക്കകം പോകുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾക്കുള്ള സർവസ്വമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപ കാണുവാൻ, ദൈവത്തിൻ്റെ ബലത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുവാൻ തിരുമെനിക്ക് തിരിഹിതമാകയാൽ സ്തോത്രം. ഞാൻ അങ്ങയുടെ ആലയമാകയാൽ, ഞങ്ങളിൽ ഓരോരുത്തരും അങ്ങയുടെ ആലയങ്ങളാകയാൽ അതിനാവശ്യമുള്ള വിശുദ്ധിയിൽ ഞങ്ങളെ സൂക്ഷിപ്പാൻ കൃപ തരണമേ. വിശുദ്ധമാക്കപ്പെട്ട ചെത്തി ഒരുക്കപ്പെട്ട കല്ലുകളാൽ പണിതുയർത്തുന്ന വലിയ ദേവാലയത്തിൻ്റെ ഭാഗമാകുവാൻ ഇന്ന് ഞങ്ങൾക്ക് ബലം തരണമേ. അതിൽ നിലനിന്ന് വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപ ഇതിന്റെ മേൽ ഇരിക്കണമേ. മഹത്വം അങ്ങെടുക്കണേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.